ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇൻഫർമേഷനാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ 90% ആൾക്കാർക്കും അറിയാൻ പറ്റുന്ന ഒരു കിടിലം ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവരുടെ കയ്യിൽ ലോൺ മാത്രമല്ല ഇവരുടെ ഒരു കോർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം, പല തരത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. RBI അപ്രൂവ്ഡ് ആണ്, ജെനുവിനാണ്. അതുകൂടാതെ അവർ ഈ ഇടയ്ക്കായിട്ട് അവരുടെ സിബിൽ മാനദണ്ഡങ്ങളെല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ട്. 575 ഉള്ളവർക്കും ലോൺ കൊടുത്തിട്ടുണ്ട്, 550 ഉള്ളവർക്ക് പോലും കൊടുത്തിട്ടുണ്ട്. ഞാൻ 575 ഇട്ടത് ഒരു നോർമൽ രീതിയിൽ ഇട്ടതാണ്. 550, 525 ഉള്ളവർക്കും ലോൺ കൊടുത്തിട്ടുണ്ട്. അറിയാമല്ലോ, സാലറി ഇല്ലാതെയും സാലറി ഉള്ളവർക്കും എല്ലാം ഇവർ ലോൺ കൊടുക്കും. അങ്ങനെയുള്ള കിടിലം ആപ്ലിക്കേഷനാണ്. അധികം പലിശയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഈ ഒരു NBFC എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രൂ ബാലൻസ് തന്നെയാണ്. ട്രൂ ബാലൻസിനെ കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ലോണിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കാരണം നമ്മളെല്ലാവരും ഇതിൽ നിന്ന് ലോൺ എടുത്തതാണ്. 5000 മുതൽ 5 ലക്ഷം വരെ ലോൺ എടുത്ത ആൾക്കാരുണ്ട്. 5 ലക്ഷമൊക്കെ സാലറിയുള്ള ആൾക്കാർക്കാണ് കിട്ടിയത്. പിന്നെ സാലറി ഇല്ലാതെ 1 ലക്ഷം രൂപ വരെ കിട്ടിയതായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലും കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ വീണ്ടും വീഡിയോ ലെങ്തി ആകും. അപ്പോൾ ഈ ട്രൂ ബാലൻസിൽ പല ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ്, ബില്ലടയ്ക്കാം. ബില്ലടയ്ക്കുന്നതോട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും. അതുപോലെ DTHൻ്റെ ബില്ലടയ്ക്കാം, ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് സിലിണ്ടർ, ബ്രോഡ്ബാൻഡ്, പൈപ്പ്ഡ് ഗ്യാസ്, വാട്ടർ, ക്യാഷ് ലോൺ. ഇത് അവരുടെ ഫംഗ്ഷനാണ്. ക്യാഷ് ലോണിന് അവൈലബിൾ ആണ്, ട്രൂ ബാലൻസിൻ്റെ ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കിതൊരു ചെറിയ ബാങ്കായിട്ട് യൂസ് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്താ പറയുന്നത്, നമ്മൾ ചില ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ഓട്ടോ ഡെബിറ്റ് ആണല്ലോ. ഓട്ടോ ഡെബിറ്റ് പലപ്പോഴും ഒരു 90 ഒരു 100 ഏകദേശം ഒരു 40% ആൾക്കാരുടെ കയ്യിലും ലോൺ അവർ ഓട്ടോ ഡെബിറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ ബാലൻസ് കാണില്ല. അപ്പോൾ ഇവർ പല സമയത്തും ഓട്ടോ ഡെബിറ്റ് റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബാങ്ക്, യൂണിയൻ ബാങ്ക് ആയിക്കോട്ടെ, SBI ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോട്ടക് മഹീന്ദ്ര ആയിക്കോട്ടെ, യെസ് ബാങ്ക്, ഏത് ബാങ്ക് ആയാലും ചിലപ്പോൾ ഒരു 5-6 പ്രാവശ്യം അവർ അങ്ങനെ ചെക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് മൈനസ് ബാലൻസ് ആവും. മൈനസ് ബാലൻസ് ആയാൽ നമുക്ക് അതിലേക്കൊരു എമൗണ്ട് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 400 രൂപ ആയിക്കോട്ടെ മൈനസ് ബാലൻസ്, സാധാരണ 472 നിങ്ങൾക്ക് അറിയാൻ പറ്റും. അക്കൗണ്ട് ലീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ അത് അങ്ങനെ മൈനസ് ബാലൻസ് വന്ന് എന്താ പറയുക, ഒരു 10 പ്രാവശ്യമൊക്കെ ഇടുകയാണെങ്കിൽ 1400, 1500 വരെയൊക്കെ മൈനസ് ബാലൻസ് വരും. അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ഇടാൻ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടാൻ നമുക്കൊരു പേടിയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ട്രൂ ബാലൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ, ഹോമിൻ്റെ താഴെയായിട്ട് പേ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യുക. പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് മണി കൊടുക്കാം. ആഡ് മണി ഓപ്ഷൻ, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മണി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഇനി അപ്പോൾ ഇവിടെ സ്കാൻ ആൻഡ് പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഗൂഗിൾ പേ പോലെ സ്കാൻ ചെയ്ത് നമുക്ക് പൈസ അയച്ചു കൊടുക്കാം. കടയിലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. അത് ആഡ് ചെയ്യണം പൈസ. ഇനി സെൻഡ് ഓപ്ഷൻ ഉണ്ട്. ഈ സെൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് UPI ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത് പൈസ സെൻഡ് ചെയ്യാം, മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ റിക്വസ്റ്റ് മണി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനും സാധിക്കും. UPI ID മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മണി റിക്വസ്റ്റ് ചെയ്യാനും സാധിക്കും, സെൻഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇന്ന് കുറച്ചേറെ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതിലൊക്കെ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. കാരണം ഈ ഒരു ഫെസിലിറ്റി, ട്രൂ ബാലൻസിൻ്റെ ലോൺ അല്ലാത്ത ഈ ഒരു ഫെസിലിറ്റി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മൈനസ് ബാലൻസ് ഞാനെന്നല്ല, ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മൈനസ് ബാലൻസ് വരുന്ന സമയത്ത് നമ്മൾ ആൾക്കാരോടെല്ലാം പറയുന്നത് പൈസ ഇതിലിടാനാണ് പറയുന്നത്. ഇതിലിടുമ്പോൾ ഇതിൻ്റെ വാലറ്റിൽ തന്നെ എമൗണ്ട് വന്ന് കയറും. ഓക്കെ, അത് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ പോകില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്കാൻ ചെയ്താലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സെൻഡ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഫ്രീ പോയിൻ്റ് എന്ന് പറഞ്ഞ് വരുന്നത്, ഞാൻ ആ കറണ്ടിൻ്റെ ബില്ല് അതുപോലെ തന്നെ ഫോൺ ബില്ലൊക്കെ അടയ്ക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ചെറിയൊരു കമ്മീഷനാണ് ഈ കാണുന്നത്. നിങ്ങളുടെ ഓട്ടോ ക്യാഷ് ബാക്ക് ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കറണ്ട് ബില്ല് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ബാലൻസ് വഴി നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാലറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂ ബാലൻസിൽ ആരെങ്കിലും പൈസ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൊടുക്കാനോ എല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. എൻ്റെ ട്രൂ ബാലൻസിൻ്റെ ആ ഒരു UPI ID ഏറ്റവും മുകളിൽ തന്നെ കാണാം.
98951893 എന്നൊരു ഓപ്ഷൻ കാണാം. അത് ട്രൂ ബാലൻസിൻ്റെ വാലറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മൈനസ് ബാലൻസ്, ഞാൻ ഈ മൈനസ് ബാലൻസ് ഉള്ളവരെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സാറേ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ അവരിങ്ങനെ ഓട്ടോ ഡെബിറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് കാണില്ല. അത് എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ നോർമലി ബാങ്ക് ഒരു മൂന്ന് പ്രാവശ്യം നമ്മുടെ ബാങ്കിൽ അവർ ചെക്ക് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് ബാലൻസ് ആയി പോകും. എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ വരയ്ക്കും ഇപ്പോൾ അടുത്ത മാസം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രൂ ബാലൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ലോണിനെ കൂടാതെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി ഒരു ഓപ്ഷനാണിത്. വേറെ സർവീസ് ചാർജോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ട്രൂ ബാലൻസിൻ്റെ ഈ ഒരു 550-ലും 525-ലും ലോൺ എടുത്ത കാര്യം നമ്മുടെ 2-3 സബ്സ്ക്രൈബേഴ്സ് ഇന്നലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നിങ്ങളും ലോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വെറുതെ നമ്മൾ ഒരു കാരണവുമല്ലാതെ എടുക്കരുത്. എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ബാലൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡെയിലി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഈ മൈനസ് ബാലൻസിൻ്റെ കാര്യം മറന്നു പോകരുത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും കാരണവശാൽ ബാങ്ക് ഈനാച്ചൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈനാച്ച് അറിയാമല്ലോ, നമ്മൾ ഓട്ടോ ഡെബിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ ഇടാനുണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അവരുടെ ഈ അക്കൗണ്ടിൽ നിങ്ങളുടെ ആ ഒരു UPI നമ്പർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ആ അയക്കുന്ന ആൾക്കും ട്രൂ ബാലൻസ് വേണം, എന്നാലേ മൊബൈൽ നമ്പർ വഴി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് UPI നമ്പർ വഴി നിങ്ങൾക്ക് പൈസ ഇടാനും എടുക്കാനൊക്കെ പറ്റും. നല്ലൊരു ഓപ്ഷനാണ്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.